ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസൊണേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്നും മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ നോക്കാം. കറന്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ്? കറന്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. കറന്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്? ഓക്കെ, തേർഡ് ഐ ചക്രയാണ്. കാരണം അവർക്ക് ഇൻറ്റ്യൂഷണലി ഒരുപാട് കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നൊരു സമയമാണ്. കാരണം അവർ ശരിയാണ്, അവർ ചില സമയങ്ങളിൽ അവർ ശരിയാണെന്ന് ധരിച്ച് ചെയ്ത ചില ഡിസിഷൻസൊക്കെ അവരുടെ ലൈഫിൽ നെഗറ്റീവായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർക്ക് ഇൻറ്റ്യൂഷണലി തോന്നുകയാണ് അവർ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ മിസ്റ്റേക്കണായിരുന്നു. അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു സെപ്പറേഷനിലേക്ക് ഒരു ഒരു കോണ്ടാക്റ്റ് ഇല്ലാതെ പോലെ കമ്മ്യൂണിക്കേഷനൊക്കെ ബ്ലോക്കാക്കി ആ ഒരു രീതിയിലൊക്കെ പോയി ഇത്രയും മാനസികമായിട്ട് സമ്മർദ്ദത്തിൽ രണ്ടുപേരും പെട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സ്വയം ചിന്തിക്കാൻ കഴിയുന്നൊരവസരമാണിപ്പോൾ അവരുടെ ലൈഫിൽ അവർ എക്സ്പീരിയൻസ് ആയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് യെസ്, തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട് തിരിച്ച് ഒന്നിച്ച് ചേരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ കൈപിടിച്ചുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതം നയിക്കണമെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു പാർട്ട്ണർഷിപ്പായിട്ടാണ് കാണുന്നത്. അതായത് ഒത്തുചേർന്ന് പോയാലേ ലൈഫിനൊരു കംപ്ലീഷൻ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ആ ഒരു കാര്യം നിങ്ങളെ അറിയിക്കണം എന്നവർ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട്. നിങ്ങളില്ലാതെ അവരുടെ ലൈഫിൽ കുറേയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് പുരോഗതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അവർക്കിപ്പോൾ അതിലൊന്നും തന്നെ സന്തോഷിക്കാൻ പറ്റുന്നില്ല. ജീവിതത്തിൽ എന്തോ ചില കാര്യങ്ങൾ അവർ മിസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ പ്രസൻസ് തന്നെ ആയിരിക്കും എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇനി അവർ നേടിയതെല്ലാം ഉപേക്ഷിക്കണമെങ്കിൽ പോലും, അവരുടെ ജീവിതത്തിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ബന്ധങ്ങൾ പോലും ഉപേക്ഷിക്കണമെങ്കിൽ പോലും അവരതെല്ലാം തന്നെ ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ, വളരെ ശക്തമായിട്ട് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ജീവിതത്തിൽ അവർ നേടിയ കാര്യങ്ങളൊക്കെയും കൊണ്ട് അവരങ്ങനെ ഒരു ബോറിംഗ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ്. തീർച്ചയായിട്ടും അവർ ആ സന്തോഷകരമായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസിനോടെല്ലാം തന്നെ അവർക്ക് ആ ഒരു ബോറിംഗ് ഫീലിംഗ് ഉണ്ടായിക്കൊണ്ട് നിങ്ങൾ തിരിച്ചു വന്നിരുന്നുവെങ്കിൽ എന്നുള്ളൊരു ഫീലിലേക്ക് പോവുകയാണ്. അത്രയും ഒരു റിഗ്രറ്റ് ഒക്കെ അവിടെ കാണുന്നുണ്ട്. മിസ് ഫീലിങ്സാണ് കൂടുതലായിട്ടുള്ളത്. സ്പിരിച്വലി നിങ്ങളുമായിട്ട് അവർ കണക്റ്റ് ആവുന്നുണ്ട്. ഈവൻ അവർ നിങ്ങളുമായിട്ട് സെപ്പറേഷനിലാണെങ്കിൽ പോലും നൈറ്റ് ടൈംസിലൊക്കെ നിങ്ങളെ അവർ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ടൈമിൽ നിങ്ങൾക്കും അതിനുള്ള ഒരു ചിന്ത വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ വ്യക്തിയെക്കുറിച്ചുള്ള കൂടുതൽ ഓർമ്മകൾ നിങ്ങൾക്കും നൈറ്റ് ടൈംസിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഉറക്കം പോലും ഇല്ലാത്ത അവസ്ഥകൾ വരുന്നുണ്ട്. സോ അവർ ചില ചോയ്സസ് അല്ലെങ്കിൽ ചില ഡിസിഷൻസ് എടുക്കാനായിട്ട് ഒരുപാട് അവർ വൈകിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ആണ് കാണുന്നത്. അവർക്ക് എന്ത് ചൂസ് ചെയ്യണമെന്ന് അറിയില്ല. തീർച്ചയായിട്ടും അവർ ചിലപ്പോൾ തെറ്റായിട്ടുള്ള ഒരു ചൂസ് അവിടെ നടത്തിയിട്ടുണ്ടാവാം, ഒരു ചോയ്സ് എടുത്തിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർക്ക് നിങ്ങളെ നഷ്ടമായിരിക്കുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി എനർജീസ് കാണുന്നുണ്ട് എങ്കിൽ പോലും അത് അത്രയും സ്ട്രോങ്ങറായിട്ട് ഇപ്പോൾ കാണുന്നില്ല. മേ ബി അത് നേരത്തെ നിങ്ങളുടെ ലൈഫിൽ രണ്ടുപേരുടെയും ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു ആ ഒരു സിറ്റുവേഷനെങ്കിൽ ഇപ്പോൾ അത് ഗ്രാജുവലി ചേഞ്ച് ആയതായിട്ടാണ് കാണുന്നത്. അവർക്ക് ഭയങ്കരമായിട്ട് അവരുടെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഉൾവിളി എന്നൊക്കെ പറയുന്ന പോലെ അവർക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരണം, നിങ്ങളെ ലൈഫ് പാർട്ണർ ആക്കണം, അങ്ങനെയെല്ലാമുള്ള ചിന്തകളിലും ആ ഒരു ഫീലിങ്സിലുമാണ് അവരിയ്ക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് അവരുടെ മനസ്സിൽ ഒരുപാട്
സന്തോഷം ഉണ്ടാകുന്നത് എന്നാണ് അവർ പറയുന്നത്. ഒരു ട്രാൻസ്ഫർമേഷൻ ഇവിടെ കാണുന്നുണ്ട്. ആ വ്യക്തിയുടെ ലൈഫിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു. ചിലപ്പോൾ അത് പോസിറ്റീവായിരിക്കാം, ചിലപ്പോൾ അവർക്ക് വേദന ഉണ്ടാക്കുന്ന കുറേ പ്രശ്നങ്ങളായിരിക്കാം. എന്താണെങ്കിൽ പോലും അത് നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള കാരണമാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ആൻഡ് യെസ്, അവർ നിങ്ങളെ വിട്ടിട്ട് എന്ത് നേടാനാണോ, എന്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണോ ശ്രമിച്ചത്, അവിടെ അവരുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള പാത തടസ്സപ്പെട്ടു. അവർ ചെയ്ത കർമ്മങ്ങൾക്കുള്ള ഫലം അവർക്ക് അനുഭവപ്പെട്ടു എന്നതാണ് ഇപ്പോൾ കാണുന്നത്. അവർ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ കഴിയാത്ത രീതിയിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. കാരണം അവരുടെ ഒപ്പം നിങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ എല്ലാം ഈസി ആയിട്ട് അവർ നേടിക്കൊണ്ടേയിരുന്നു. അതൊരു കർമ്മഫലമാണ്. കാരണം നിങ്ങളുമായിട്ടുള്ള ആ ഒരു സോൾ കോൺട്രാക്റ്റ് ആണത്. ഈ ഒരു ലൈഫിൽ അവർക്ക് നിങ്ങളൊപ്പം ഉണ്ടായിരുന്നാൽ മാത്രമേ പലതും നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഉള്ളതെന്നാണ് കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ വിട്ടുപോയപ്പോൾ അവരുടെ ലൈഫിൽ എല്ലാ സന്തോഷങ്ങളും പോയതുപോലെ അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് യെസ്, അതുകൊണ്ട് തന്നെ ഈ വ്യക്തി അതെല്ലാം റിയലൈസ് ചെയ്യാണ്. അവരുടെ ലൈഫിൽ പാസ്റ്റിൽ എന്തായിരുന്നു, ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം അവർ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരുന്നതാണ് അവരുടെ ലൈഫിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഡിസിഷൻ എന്ന് മനസ്സിലാക്കുന്നു. ഹാർട്ട് ചക്രയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിലാണ് ഇവിടെ കൂടുതൽ ഹീലിംഗ് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുക. റെക്കഗ്നേഷൻ ഡെഫിനറ്റ്ലി നമ്മൾ പറഞ്ഞ കാര്യമാണ്. ആ വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ റിവാർഡ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. കാരണം അവർ നിങ്ങളെ വിട്ടിട്ട് പോയപ്പോൾ അവർക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള എഫക്ട്സ് ലൈഫിൽ കിട്ടിയിട്ടുണ്ട്. അത് അവർക്കൊരു വെല്ലുവിളി തന്നെയായിരുന്നു. അതിൽ നിന്നെല്ലാം ആ ഒരു ട്രോമയിലൂടെ അവർ കടന്നു പോയ നിമിഷങ്ങളെല്ലാം അവർ മനസ്സിലാക്കുന്നത് നിങ്ങളെ വേദനിപ്പിച്ചത് കൊണ്ടാണ് അവർക്ക് ഈ ഒരു പ്രശ്നങ്ങളും ഈ ഒരു വേദനയും സ്ട്രഗിളും ഒക്കെ ഉണ്ടായത് എന്നാണ് അവരിപ്പോൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, യെസ്, കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ്. ഓക്കെ, നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ, മേ ബി ഒരുപാട് തരത്തിലുള്ള കോൺഫ്ലിക്ട്സ് ഒക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവണം. അതൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൽ അവർ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ട് എങ്കിൽ പോലും അവർക്ക് പരാജയമായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും അവർ ഒരിക്കലും നിങ്ങളെ വിട്ടിട്ട് പോകുന്നില്ല. ഈ ഒരു സൈക്കിളിൽ നിന്ന് ഒരിക്കലും അവർക്ക് നിങ്ങളെ വിട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇത് ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പായിട്ട് തുടർന്നു കൊണ്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഇപ്പോൾ ഈ വ്യക്തിയുമായിട്ടുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ടുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പല കാര്യങ്ങളും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് പോലും ചെയ്യാൻ തയ്യാറാകുന്നുണ്ട്. ഇമോഷണൽ വിഡ്രോവൽ, അവർ ഇമോഷണലി ഒരുപാട് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയമാണ്. എന്തൊക്കെ ജീവിതത്തിൽ നിന്ന് ഇല്ലാണ്ടായാൽ പോലും അവരൊരിക്കലും നിങ്ങളെ വിട്ടു പോകാൻ തയ്യാറല്ല. അവർ ചെയ്ത തെറ്റുകളെല്ലാം അവർ നിങ്ങളോട് കുറ്റസമ്മതം ചെയ്യുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. ആൻഡ് ഒരു ന്യൂ ബിഗിനിങ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ബാലൻസ് ആണ്. അതായത് ഫൈനൽ കാർഡ് നമുക്ക് വളരെ പോസിറ്റീവ് എനർജിയാണ് തന്നിട്ടുള്ളത്. അതായത് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിന് ആ ഒരു ബാലൻസിങ് സിറ്റുവേഷൻ ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജിയാണ് തന്നിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസൊനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.